തമ്പനയിൽ കണ്ട പോലെ തന്നെ നമ്മളിന്ന് ലാലേട്ടൻ സ്പെഷ്യൽ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ നമുക്ക് പോവാം. ഫസ്റ്റ് നമുക്ക് ചിക്കൻ എടുക്കാം. ഇവിടെ കൂടുതലും അവൈലബിൾ ആയിട്ടുള്ളത് ഫ്രോസൺ ചിക്കനും ഫ്രഷ് ചിക്കനും ഉണ്ട്. നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചെങ്കിലും ചൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇന്ന് എടുത്തിട്ടുള്ളത് ഫ്രോസൺ ചിക്കനാണ്. അപ്പോൾ നമുക്കിനി അടുത്തത് വെജിറ്റബിൾസ് എടുക്കാൻ പോവാം. ക്യാമറമാൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ കവർ കയ്യിൽ നിന്ന് വരുന്നില്ല. അപ്പോൾ അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എടുക്കാം. ചെറുള്ളി, വെളുത്തുള്ളി അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ നമുക്ക് വാങ്ങിച്ചിട്ട് അടുത്ത പരിപാടിക്ക് നോക്കാം. ഓക്കെ. അപ്പോൾ നമുക്ക് വേണ്ട ഐറ്റംസുകളൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് നേരെ ഫ്ലാറ്റിൽ പോയിട്ട് നമ്മുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് വെജിറ്റബിൾസൊക്കെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ചെറുള്ളി. ഇത് നമുക്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടിയിട്ട് ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ നമ്മൾ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല ഈ ഒരു റെസിപ്പിയിൽ. എല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് ചതച്ചിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ചെറുള്ളി ഇത് മൂന്നും ചതച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ മെയിനായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ നാളികേരം ചുട്ടതാണ്. അത് കാണിക്കാൻ വിട്ടുപോയി. ചുട്ടത് ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെക്കാം. അതിലേക്ക് ആവശ്യമുള്ള എണ്ണ ഒഴിക്കുക. എണ്ണയുടെ അളവ് ഞാൻ പറയുന്നില്ല, നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്കത് ഒഴിച്ച് ഇനി അതൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് കടുക്, ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് കടുകാണ്. കടുക് ഒന്നിടാം. ഇനി അതൊന്ന് പൊട്ടി വരട്ടെ. അതൊന്ന് പൊട്ടി ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് കറിവേപ്പില ഇടാം. അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ നമ്മൾ ചതച്ച് വെച്ച വെളുത്തുള്ളി, ഇഞ്ചി അങ്ങനെയുള്ള എല്ലാ ഐറ്റംസുകളും ഒരുമിച്ച് തന്നെ നമുക്കതിൽ ഇടാം. അതൊന്ന് ചെറുതായിട്ടൊന്ന് വഴഞ്ഞ് വരുമ്പോൾ സമയത്ത് ഈ ടൈമിൽ നമ്മൾ അതിലേക്ക് ഗരം മസാല, അതായത് ഗരം മസാല എല്ലാം കൂടി ജീരകം അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും അതിലേക്ക് ഇടാം. ഇനി ഒന്ന് ഇളക്കി അതൊന്ന് സെറ്റാവുന്നത് വരെ ഇളക്കാം. അടുത്തത് വറ്റൽ മുളകാണ്. അല്ലെങ്കിൽ നിങ്ങളിലുള്ളത് ഏതാണെന്ന് വെച്ചെങ്കിൽ അതിടാം. ഞാനിവിടെ നമ്മളെ ഉണക്കമുളക് ജസ്റ്റ് ചതച്ചിട്ടുകയാണ്. ഇനി അടുത്തത് നമുക്ക് നമ്മൾ ചുട്ട് വെച്ച നാളികേരം അതിടാം. അതൊന്ന് സെറ്റാവുന്ന വരെ നന്നായി മിക്സ് ചെയ്തിട്ട് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ചിടാം, അതും കുഴപ്പമുള്ളതല്ല. ഞാൻ
നന്നായിട്ട് ഇതായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതൊന്ന് സെറ്റായി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, സോൾട്ട് നമുക്ക് അതിലിടാം കുറച്ച്. പിന്നീട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് ഇടാവുന്നതാണ്. ഞാൻ ഇതിൽ പെപ്പർ ഇട്ടിട്ടുണ്ട്, അത് കാണിക്കാൻ വിട്ടുപോയി. സോ ഓരോരുത്തരുടെ സ്പൈസി അനുസരിച്ചിട്ട് അത് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാലയുടെ ഒരു പൊടിച്ചത് കുറച്ച് ആഡ് ചെയ്യാം. ഓക്കെ, ഇതെല്ലാം നന്നായി മിക്സായി വരുന്ന വരെ ഒരു ചെറിയ ഫ്ലെയിമിൽ ഒന്ന് സെറ്റാവണം. നമ്മളിട്ട മസാലപ്പൊടികളെല്ലാതും ഒന്ന് സെറ്റാവുന്നത് വരെ. ഇനി ഫൈനലി നമുക്കിതിലേക്ക് ചിക്കൻ ആഡ് ചെയ്യാം. ചിക്കൻ ഞാനൊരു നോർമൽ സൈസിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ബെറ്റർ എപ്പോഴും നമ്മൾ ഒരു ചെറിയ സൈസിൽ കട്ട് ചെയ്യുന്നതാണ് നല്ലത്, പെട്ടെന്ന് മസാല പിടിക്കാൻ. കാരണം ഇതിൽ നമ്മൾ വെള്ളം ആഡ് ചെയ്യുന്നില്ല. ഇതിൽ നിന്ന് വരുന്ന ചിക്കനിൽ നിന്ന് വരുന്ന ആ വെള്ളം കൊണ്ട് തന്നെയാണ് നമ്മൾ സെറ്റാക്കുന്നത്. ഇടത്തുനിന്ന് നോക്കിയിട്ട് നിങ്ങൾ വെള്ളം കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. നമ്മൾ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നോർമൽ ഫ്ലെയിമിലൊരു ചെറിയൊരു ഫ്ലെയിമിൽ ഗ്യാസ് സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇനി കുറച്ച് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ച് ഇതിന് വെള്ളം ഇറങ്ങിയതിന് ശേഷം നമുക്ക് നോക്കാം. ഇപ്പോൾ നമുക്കൊന്ന് ഓപ്പണാക്കി നോക്കാം. സംഭവം സെറ്റായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ലാലേട്ടൻ സ്പെഷ്യൽ റെസിപ്പി, ചിക്കൻ റെസിപ്പി ഇവിടെ റെഡിയാണ്. നമ്മളൊരു ടേസ്റ്റ് ചെയ്യുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ബാച്ചിലർ റൂം ആയതുകൊണ്ട് തന്നെ അത് അപ്പം തന്നെ കാര്യമായി. അതുകൊണ്ട് നമുക്കതിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. എന്തായാലും പെട്ടെന്ന് നമുക്ക് ബാച്ചിലർ റൂമിലൊക്കെ സെറ്റാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഓക്കെ, താങ്ക് യു.